Please be seated in the presence of the Lord. വളരെ പ്രാർത്ഥനയോടെ അല്പസമയങ്ങൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുകയാണ്. ഒരു വചനഭാഗത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. We will go to the book of Isaiah, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, chapter 51, 51-ാമത്തെ അധ്യായം. And we will read two verses. That is verse number 9 and verse number 10. Thank you, Ashel, for reading those verses aloud. God bless you. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. സ്തോത്രം. Thank the Lord for the verses which we read this morning. In fact, Isaiah chapter 51, verse number 9 to chapter 52, verse number 12 is one unit. ഒരു സെക്ഷനാണ്, ഒരു യൂണിറ്റാണ്. 51-ൻ്റെ 9 തൊട്ട് 52-ൻ്റെ 12 വരെ ഒരെയുള്ള ഭാഗങ്ങൾ ഒരു യൂണിറ്റാണ്, ഒരു സെക്ഷനാണ്, അഡ്രസ്സിങ് എ പർട്ടിക്കുലർ തിങ്. I'll be going through, not through the whole unit, but എൻ്റെ മനസ്സിൽ വന്ന 1-2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. And also, you will see a progression in this unit. ഈ യൂണിറ്റ് നിങ്ങൾ വായിക്കുമ്പോൾ ഇതിനകത്തൊരു പ്രോഗ്രഷൻ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. You see lots of questions. So, and let me tell you, this unit has been divided into 3 stages. Although this is one unit, ഇതിനെ 3 stages ആയിട്ട് നമുക്ക് തിരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. Chapter 51, verse number 9 to 16 is the first stage. 17 to 23 is the second stage. And 52, verse number 1 to 12 is the third stage. 3 സ്റ്റേജുകൾ നമുക്കിതിനകത്ത് I will explain it. Praise God. But you see a progression in this unit. ഈ യൂണിറ്റ് മുഴുവൻ എടുക്കുവാൻ നിങ്ങൾക്ക് ഒരു പ്രോഗ്രഷൻ കാണുവാൻ തക്കണം സാധിക്കും. ഇൻ ദ ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് ഈവൻ ഇൻ ദ സെക്കൻഡ് യൂണിറ്റ്, സ്റ്റേജ്, യു സീ ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ എൻഡ്, വി സീ എ പ്രോഗ്രഷൻ ഫ്രം ക്വസ്റ്റ്യനിൽ നിന്ന് ടു അഫർമേഷൻസ്, സ്ഥിരീകരണത്തിലോട്ട്. ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ നിന്ന് അഫർമേഷനിലോട്ട്, സ്ഥിരീകരണത്തിലോട്ട് ഒരു പ്രോഗ്രഷൻ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആൻഡ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് മേക്സ് ദാറ്റ് പ്രോഗ്രഷൻ. പ്രൈസ് ഗോഡ്. ചോദ്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലോട്ടും അതിൻ്റെ സ്ഥിരീകരണത്തിലോട്ടുമുള്ള പുരോഗതി നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സോ ഇറ്റ് അപ്ലൈസ് ടു all of our life, my beloved. We have many questions in our life, but if our life has to be, progressed from questions to affirmation, only God can bring that progression in our life. Praise God. ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒരു പ്രോഗ്രഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. സ്തോത്രം. Amen. Praise God. So, as I said, the unit has been divided into 3 stages. The first stage, that is verse number 9 to 16. 9 to 16 നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, God begins to work by putting an end to all the uncertainties. എല്ലാ അനിശ്ചിതത്വങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. That is the first stage. So the first stage is the
stage where God begins to work. And when God begins to work, all uncertainties comes to an end. That is the first stage. സെക്കൻഡ് സ്റ്റേജിലോട്ട് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ദാറ്റ് ഈസ് വേഴ്സ് നമ്പർ 17 to 23, 17 തൊട്ട് 23 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ God punish the oppressors, the enemies of his people. ദൈവം തൻ്റെ ജനത്തിൻ്റെ ശത്രുക്കളെ ശിക്ഷിക്കുകയാണ്, അവരെ ഒതുക്കുകയാണ്. And in the final stage, that is from verse number 1 to 12, what we come across is നമ്മൾ കാണുന്നത് God finally delivers his people. ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുകയാണ്. So when you talk about deliverance, God has a pattern here. Praise God. നമ്മൾ ഡെലിവറൻസ് എന്ന് പറയുമ്പോൾ ദൈവം ചുമ്മാതങ്ങ് ഡെലിവറൻസ് ചെയ്യുന്ന ദൈവമല്ല. He has a order, he has a pattern, he has a purpose, he has a plan, and he always follows that. Hallelujah. പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവം ഓർഡർ അനുസരിച്ചും അനുസരിച്ചും പ്രവർത്തിക്കുന്ന ദൈവമാണ്. And you always see that in the Lord. Praise God. ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. So to further understand, to further make it clear, നിങ്ങൾ ഈ ഓരോ സ്റ്റേജും നമ്മൾ പഠിക്കുകയാണെങ്കിൽ every stage begins with a particular phrase. എല്ലാ സ്റ്റേജും ഒരു പ്രത്യേക ഫ്രേസോടുകൂടെ ആരംഭിക്കുകയാണ്. ഇൻ വേഴ്സ് നമ്പർ 9 യു റീഡ് awake, awake. Praise God. ഉണരുക, ഉണരുക. And when you come to the second stage also begins with awake, awake. ഉണരുക, ഉണരുക. Praise God. And when you come to chapter 52 verse number 1, you see the same phrase there. എന്താണ്? ഉണരുക, ഉണരുക. So all these three stages begins with a particular phrase. I will come to that. ഞാൻ അതിലൂടെ കടന്നു വരുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. പക്ഷേ let me come to the verse which we read this morning. That is the beginning of the first stage. ആദ്യത്തെ സ്റ്റേജിന്റെ ആരംഭമാണ് നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ച സ്തോത്രം വചനഭാഗം എന്ന് പറയുന്നത്. And there, praise God, we see a call. We read a call for the arm of the Lord to be awakened. ദൈവത്തിന്റെ ഭുജം ഉണരുവാൻ വേണ്ടി ഒരു ആഹ്വാനം നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്താണ്? ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. വേഴ്സ് നമ്പർ 9. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ച് കൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക, രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലോ. So praise God, we see that this call for the arm of the Lord to be awakened, ദൈവത്തിന്റെ ഭുജം ഉണരുവാനുള്ള ഒരു ആഹ്വാനം നമ്മൾ കാണുകയാണ്. And in the first stage, when the arm of the Lord is awakening, all the uncertainties comes to an end. Hallelujah. പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ഭുജം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഭുജം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ, എല്ലാ അനിശ്ചിതത്വങ്ങളും ജീവിതത്തിന്റെ സകല അൺസർട്ടനിറ്റീസും അതോടെ അവസാനിക്കും. Praise God. Hallelujah. That is what we see in the first stage. ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്. if you read verse number 12 and 13, they are afraid of many people and many things. And verse number 14, when you read many are bound and lying in prison. So many uncertainties. Praise God. Hallelujah. 12-13 വാക്യങ്ങളിൽ ഈ ജനം പലരെയും ഭയപ്പെടുന്നു, പലരെയും പേടിച്ചിരിക്കുന്നു. സ്തോത്രം. 14 വാക്യത്തിലോട്ട് കടന്നു വരുമ്പോൾ അവർ പീഡിതരാണ്, അവര് സ്തോത്രം മരണത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഫസ്റ്റ് സ്റ്റേജിലുണ്ട്. But when the arm of the Lord is awakening, all those uncertainties comes to an end. എന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, we also live with so many uncertainties in our life. നമുക്ക് പലതിനെ പറ്റിയും അനിശ്ചിതത്വങ്ങളുണ്ട്. We have uncertainties about our future.
future, about our finances, about our health, about our family, about the directions of life. If you look into our life, in fact, our life is filled with uncertainties. If you're looking to the war that is happening in the Middle East, we have so many uncertainties while living in North America. Praise God, hallelujah. ഞാൻ പറയട്ടെ, അനിശ്ചിതത്വങ്ങളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എല്ലാവരുടെയും ജീവിതത്തിൽ uncertainties ഉണ്ട്. And who can solve this uncertainties? Who can bring an end to this uncertainties? Not a good job will help. Praise God. Not anything else will help. Only the arm of the Lord can help in the middle of this uncertainties. And it is my prayer that in the പകൽക്കാലം ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ പ്രാർത്ഥനയാണ്, ദൈവത്തിന്റെ ഭുജം ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സകല അനിശ്ചിതത്വങ്ങളും അതോടെ അവസാനിക്കും. ദൈവത്തിന് ഇത് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. So when God is at work, all the heap of uncertainties will come to an end. Stotram. That is what we see in words, in this first stage. ഇനി ആ ഫസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സ്തോത്രം. വേഴ്സ് നമ്പർ 9 നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് വായിച്ചത്. പറയുകയാണ്, യഹോവയുടെ ഭുജമേ ഉണരുക. ദൈവത്തിന്റെ ഭുജം ഉണരുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്, ശക്തി ധരിക്കാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്. Then, praise God, what happens? What did this arm of the Lord did in the past? Okay, look at that verse. We will read it very carefully. Awake, awake, put on strength, O arm of the Lord. Awake as in the days of old. So something has happened when God's arm was awakened in the past. ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ എവിടെയോ ഉണർന്നപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. The generations of long ago, was it not you who cut Rahab in pieces, who pierced the dragon? So, two mythical creatures. രണ്ട് mythical creaturesനെ പറ്റിയാണ് പറയുന്നത്. Number 1 is Rahab. Number 2 is not the Rahab we see in Joshua. That is a woman. This is a mythical creature. Okay? And the other thing is the dragon. Okay. What is this? Now we need to understand, we need to have a little bit understanding of the ancient belief here. The Babylonian, the Egyptian beliefs. Okay? So for the ancient, this sea, whenever they think about sea, it is a mysterious world because seldom people traveled. അതുകൊണ്ട് ഈ സമുദ്രം എന്ന് കേൾക്കുമ്പോൾ ഇതെന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു വേൾഡാണ്. And they believed, okay, if you read the ancient literature, extra biblical literature, I'm not talking from the Bible. We have so many evidences from the extra biblical literature that people believed in the mythical creatures like Rahab and a dragon. It's called tannin in Hebrew. So these kind of creatures lived in the ocean. Praise God. കാരണം അവർക്ക് ഇതിന്റെ ഓഷനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല. And also they believed that these creatures controlled the ocean. So ഈ സമുദ്രത്തെ പറ്റി ഒരു ഭയാനകമായ ചിത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. Praise God. അപ്പോൾ ഇങ്ങനെയുള്ള ക്രീച്ചേഴ്സ് ഉണ്ടെന്ന് ബാബിലോണിയൻസ് വിശ്വസിച്ചിരുന്നു, ഈജിപ്ഷ്യൻസ് വിശ്വസിക്കുന്നു, the Assyrians, the whole ancient world believe that Bible does not support that doctrine but give reference to that. അവരുടെ ബിലീഫിനെ പറ്റിയുള്ള റെഫറൻസ്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇൻ എ വെരി ഫിഗറേറ്റീവ് വേ. ഒരു ഫിഗറേറ്റീവ് വേയിൽ നമ്മൾ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ബിക്കോസ് വെൻ ബൈബിൾ ടോക്സ് അബൌട്ട് ഇറ്റ്, ഇറ്റ് ടോക്സ് അബൌട്ട് ദി എനിമി. It talks about what? The enemy who is trying to destroy the life of his people. സ്തോത്രം. നമ്മൾ അതിനെ ആലങ്കാരികമായി മനസ്സിലാക്കണം. And now, after referring to these mythical creatures, now the next verse is connecting the whole thing to an incident.
ഈ രണ്ട് ജീവികളെ പറ്റി പറഞ്ഞതിന് ശേഷം 10ാമത്തെ വാക്യം പഴയ നിയമത്തിലെ വേറൊരു ഇൻസിഡന്റിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്താണ് ഇൻസിഡന്റ്? വേഴ്സ് നമ്പർ 10 ഇറ്റ്സ് റീഡ് ലൈക്ക് ദിസ്. വാസ് ഇറ്റ് നോട്ട് യു ഹു ഡ്രൈഡ് അപ്പ് ദ സീ, the waters of the great deep, who made the depths of the sea a pathway for the redeemed to cross over? So what is this incident? ഈ ഇൻസിഡന്റ് എന്താണ്? This is the incident of the people crossing the Red Sea. So what was the ancient belief? In the sea lived these mythical creatures called Rahab and the dragon, who controlled the whole sea. Praise God. And they were so dangerous, man can never fight against them. They were mighty. So this is the ancient belief. Now God, when this praise God, the people approach the Red Sea, they have to cross over to go to the other side. Now we need to understand, നമ്മുടെ മൈൻഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. So they were about to cross the Red Sea, but in the Red Sea who are, ഈ റെഡ് സീയിൽ എന്തൊക്കെയുണ്ട്? റേഹാബ് ഉണ്ട്, and also dragon ഉണ്ട്. So now let's come to the point. What did the arm of the Lord did? In verse number 9, God, the arm of the Lord was awakened and cut the Rahab and pierced the dragon. So this is how we understand the whole event. As the people of God were getting ready to cross over the Red Sea, praise God, these, creatures were the symbol of the real enemy. And they were saying, let them come. I am waiting for them. The moment they step into the water, praise God, I will finish them off. They are not going to cross over this Red Sea. I will eradicate their tribe. Praise God. But God knew it. ദൈവത്തിന് ഇത് അറിയാമായിരുന്നു. So even before making a way in the Red Sea, God went before them, and the arm of the Lord was awakened, and the arm of the Lord cut off Rahab and the dragon, so that his people can cross the Red Sea. So this is a very figurative way. ഇത് ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ we need to understand. Now we need to understand one more thing. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മെസ്സേജിലൂടെ കടന്നു വരാം. So the people of God can never see this dragon and Rahab. അല്ലേ? The only enemy they can see is who? Pharaoh and his army. In fact, Pharaoh and the army was not the real enemy. They were just human, and God and the real enemy was using them. Praise God. The real enemies were, they are invisible. The real enemy is always behind the scene to destroy the life of the people, and these people can never see the real enemy. Even if they are able to see, they cannot fight against them. They will not be able to defeat the real enemy. So what did God do? He went before them and defeated the real enemy, whom they can never ever defeat, and made the way through the Red Sea and made the people to cross over. What did അതിനെന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ ഭുജം ഉണർന്നു. Praise God. ഇന്ന് പകൽക്കാലം, let me tell you, my beloved, what is the importance of the arm of the Lord to be awakened? The moment the arm of the Lord is wake up for you, the moment the arm of the Lord is awakened for you, he will go before you and he will defeat the enemy whom you cannot defeat and conquer, and he will make a way for you so that you can cross over. Hallelujah. ഇന്ന് പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും, യഹോവയുടെ ഭുജമേ നീ എനിക്ക് വേണ്ടി ഒന്ന് ഉണരണമേ എന്ന്. Hallelujah.
Many of you will pray this morning with me. Arm of the Lord, awaken for me. Hallelujah. രണ്ടു പ്രാവശ്യം യഹോവയുടെ ഭുജം ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിനക്കെതിരെ നിൽക്കുന്ന, നിന്നെ തകർക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന, നിന്നെ വിഴുങ്ങുവാൻ ഒരുങ്ങി നിൽക്കുന്ന, വഴിമധ്യ തടസ്സമായി നിൽക്കുന്ന സകല ശത്രുവിന്റെ പദ്ധതികളെയും പൊളിച്ചിട്ട് ദൈവത്തിന്റെ ഭുജം നിനക്ക് വേണ്ടി വിശാലമേറിയ വഴിയൊരുക്കും. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം പ്രാർത്ഥിക്കട്ടെ. ആർം ഓഫ് ദ ലോർഡ്, പ്ലീസ് awaken for me in my life. I need you more than anything in this morning, Lord. Hallelujah. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽക്കാലം ഈ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. Praise God. Hallelujah. So, it's so interesting here. Amen. Stotram. When you come to chapter 50 and verse number 11. Okay? And if you can you read chapter 51, verse number 11. Okay, so this is what happened when the arm of the Lord is away. Look at that confidence. നിങ്ങൾക്ക് അവരുടെ വാക്കുകളിലുള്ള ആത്മവിശ്വാസം കാണാമോ? 50-10 യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലോട്ട് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർക്ക് ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും എന്ത് ചെയ്യും? ഓടിപ്പോ. ഇൻഫാക്ട് they are singing, dancing and celebrating. Praise God. Can you do that when you have lots of problems around you? ഈ പ്രശ്നങ്ങളുള്ളപ്പം പാട്ട് പാടിയിട്ട് പോട്ടെ, ഒരു ചിരി പോലും നമ്മുടെ മുഖത്ത് കാണത്തില്ലല്ലോ. പ്രൈസ് ഗോഡ്. ഇവർ പാടുകയാണ്, ഇവർ ഡാൻസ് ചെയ്യുകയാണ്, ഇവർ സെലിബ്രേറ്റ്. ലുക്ക് അറ്റ് their attitude. If you can come, before ഇവരുടെ നേതൃത്വത്തെയുള്ള ഒരു മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2 വാക്യങ്ങൾ വായിക്കണം. chapter 40 and verse number 27. The first is chapter 40 verse number 27. So this is what the people of God said before. Why do you say, O Jacob, and assert, O Israel, my way is hidden from the Lord, and the justice due me escapes the notice of my God. Praise God. എന്താണ് പറയുന്നത്? എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും. So you don't see any confidence there. You only see hopelessness. ഒറ്റ വാക്യം കൂടെ നമുക്ക്, ഒരു വാക്യം, chapter 49, 49-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, verse number 14. This is what the people of God said. സിയോനെ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. They were saying, Zion said, the Lord has forsaken me and the Lord has forgotten me. These were the words of Israelites. No confidence in them. Only hopelessness, frustration and disappointment. But when the arm of the Lord is awakening, when it awakened, what happened? All the confidence comes back. അവരുടെ വാക്കുകൾ മാറി. ഇപ്പോൾ അവർ പാട്ടുപാടുകയാണ്. They are singing songs, they are dancing and they are celebrating because the arm of the Lord is awakened. പകൽക്കാലം പറയട്ടെ, ദൈവത്തിന്റെ ഭുജമൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ നിന്റെ സന്തോഷമെല്ലാം തിരിച്ചു വരും. ദൈവത്തിന്റെ ഭുജമൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ നിന്റെ ആത്മവിശ്വാസമെല്ലാം തിരിച്ചു വരും. ദൈവത്തിന്റെ ഭുജമൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ നിന്റെ പാട്ടെല്ലാം തിരിച്ചു വരും. ഹല്ലേലൂയ. ആമേൻ. It is my prayer and desire that as we listen to this message, let the arm of the Lord be awakened in our life. Hallelujah. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഒന്ന് ഉണരട്ടെ. Hallelujah. Amen. Stotram. So, amen. Stotram. And there is one more thing I just wanted to say. In chapter 51 verse number 12, it says, 51-12 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ.
എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടാൻ നീ ആര്? So now we need to understand the whole picture. The arm of the Lord is awakened. Everything changes now. The picture has changed now. Because the arm of the Lord has been awakened for you, God is asking, even I am he who comforts. Who are you that you are afraid of man? Okay, so you need to understand that Hebrew word here. Now, God is not asking them, why are you afraid? Why are you afraid? എന്നല്ല ചോദിക്കുന്നത്. Look at that phrase. Who are you that you are afraid? He says, be aware of your identity. Be aware who you are. Praise God. If I am with you, if the arm of the Lord is awakened, you are not the same anymore. Praise God. ദൈവത്തിന്റെ ഭുജം ഉണർന്നു കഴിഞ്ഞതുകൊണ്ട് നീ സാധാരണക്കാരനല്ല. The question is different. It's not why are you? Who are you that you are afraid? ഇന്ന് പകൽക്കാലം ആമേ സ്തോത്രം, നീ നിന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. ആമേ പ്രൈസ് ഗോഡ്. ആമേ ചെറിയ ഒരാളല്ല നിന്റെ ബാക്കിലുള്ളത്. ആമേ പ്രൈസ് ഗോഡ്. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സകലത്തെയും നിർമ്മിച്ച ദൈവത്തിന്റെ കരമാണ്. യഹോവയുടെ ഭുജമാണ് നിന്നോട് കൂടെ ഉള്ളത്. Who are you that you are afraid of small things? ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പലതിനെയും പേടിച്ചിരിക്കുകയല്ലേ? ആമേൻ. Not only that, in verse number 12, you see the repetition of pronoun I 2 times. It says, I, even I am he comforts you. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ തന്നെ 2 പ്രാവശ്യമാണ് ഞാനെന്ന് ഉപയോഗിക്കുന്നത്. വെച്ചാൽ you need to take your eyes from those people who are making you afraid, and you have to focus on me. 2 പ്രാവശ്യം ഞാൻ എന്ന് വെച്ചാൽ I am here. I am here. Praise God. Look at me. Focus on me. എന്നെ നോക്കിയാട്ട് ഞാൻ കൂടെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ സ്തോത്രം, നമ്മുടെ കാഴ്ചപ്പാട് ഭയപ്പെടുത്തുന്ന ഇന്ന് ജീവിച്ച് നാളെ തീർന്നു അതല്ലയോ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് അവിടെ പറയുന്നത്? മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീർന്ന മനുഷ്യനെയും. Right? That is what God, who are you that you are afraid of man who dies, and of the Son of Man who is made like grass? അത് എപ്പോഴാണെന്നാണ് പറയുന്നത്? ലൈക്ക് 2 പേരെ ഒന്ന് compare those people who are like grass and compared to me, I and even I. Praise God. എന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരാരുണ്ട്? Praise God. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, 1, നീ നിന്നെ തന്നെ മനസ്സിലാക്കണം. 2, നീ നിന്റെ ദൈവത്തെ മനസ്സിലാക്കണം. Understand who you are, understand who your God is, then you will not be afraid. Praise God. ഇനി ഇവര് ഈ പേടിച്ചിരിക്കാൻ ഒരു കാര്യമുണ്ട്. That the next verse explains that. അതറിയാമോ? Verse number 13. 13ാമത്തെ വാക്യം അത് പറയുന്നുണ്ട്. സോ ഇങ്ങനെയാണ് പറയുന്നത്. ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇട്ടവനായി നിന്റെ സ്രഷ്ടാവായ യഹോവയെ നീ മറക്കുകയും. So look at that phrase, that you have forgotten the Lord. So why fear came into their life? Now why they are so afraid of this mortal man? നശിച്ചു പോകുന്ന ഈ മനുഷ്യനെ പേടിക്കാൻ കാരണം എന്താ? They forgotten the Lord. The moment you forget the Lord, that will increase fear in your life. സ്തോത്രം. ദൈവത്തെ മറന്നാൽ ഭയം കൂടും, ദൈവത്തെ ഓർത്താൽ വിശ്വാസം വർദ്ധിക്കും. Praise God. ഇന്ന് പകൽക്കാലം സ്തോത്രം, നിന്റെ ഫോക്കസ് എവിടാണെന്ന് ഓർക്കണം.
Amen. Praise God. The arm of the Lord has been awakened for you. So focus on Him. Amen. Hallelujah. He is going to make a way for you. He is going to defeat the enemy for you. Amen. Have confidence in the Lord. Trust in the Lord. Move with a passion. Amen. And with courage. God is with you. He will deal with your enemies. Hallelujah. And He will make a way for you. Hallelujah. പകൽക്കാലം ദൈവത്തിന്റെ കരം ഉണർന്നു കഴിഞ്ഞിരിക്കുമ്പോൾ ഭാരപ്പെട്ട് തലകുനിച്ച് ആമേൻ സ്തോത്രം ഭയപ്പെട്ട് ജീവിതം കഴിക്കേണ്ടുന്നവനല്ല നീ. മുൻപോട്ട് പോകാൻ ദൈവം നിന്റെ മുൻപാകെ ഒരു പാത തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. I don't have time to go to the next two stages, but I just wanted to say one thing. Praise God. So in the first chapter, in the first stage, it was a call for the arm of the Lord to be awakened. But, when you come to verse number 17, praise God, and also 52 verse number 1, in both these stages, it is a call for the people of God to be awakened. Praise God. ആദ്യത്തെ സ്റ്റേജിൽ യഹോവയുടെ കരം ഉണരുകയാണെങ്കിൽ, ദൈവത്തിന്റെ കരം ഉണരുന്നതിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ നീ ഉണരണം. You have to be awakened in faith. Praise God. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ രണ്ട് ഭാഗത്തും കോള് എന്ത് നമുക്കാണ്. Awaken Zion, awaken people of God. God's hands, God's arm is already awakened for you. Therefore, wake up in faith, wake up in courage. Praise God. You are going to see the blessings and the benefit of the act of the arm of the Lord. Hallelujah. ദൈവത്തിന്റെ ഭുജത്തിന്റെ പ്രവൃത്തിയുടെ മഹിമ നീ കാണാൻ പോകുകയാണ്. നീ ഒന്ന് എഴുന്നേൽക്കണം. പ്രൈസ് ഗോഡ്. സെക്കൻഡ് സ്റ്റേജിൽ ദൈവത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുക, ശത്രു തകരുന്നത് നീ കാണാൻ പോകുകയാണ്. ഇനി 50 വരുമ്പോൾ സിയോനെ ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക, ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധരിലേക്ക് മടങ്ങി എന്നിട്ട് പറയണ പൊടി കുടഞ്ഞ് കളയുക. പ്രൈസ് ഗോഡ്. എന്ന് വെച്ചാൽ they were put down by the enemies into the dust. ദൈവം പറയുകയാണ്, time has come. My arm is moving for you. So shake off your dust. Hallelujah. Stand up and sit on the throne. Praise God. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. എത്ര പേര് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, can you stand in the presence of the Lord? Can you ask the Lord? Praise God. Let the arm of the Lord be awakened in our life. Hallelujah. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഉണരാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. It was the hand of the Lord which delivered the people from the hand of the Egyptians. Hallelujah. It was the arm of the Lord which made the people to cross over the Red Sea. We read that in Exodus chapter 14. Hallelujah. ദൈവത്തിന്റെ കരമായിരുന്നു ജനത്തെ മറുകര കടത്തിയത്. പകൽക്കാലം ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കട്ടെ, ബലമുള്ള ഭുജം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആവശ്യമുണ്ട്? എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ കരം എനിക്ക് വേണ്ടി ചലിപ്പിക്കണമേ, നിന്റെ ഭുജം എനിക്ക് വേണ്ടി ചലിപ്പിക്കണമേ. കർത്താവേ, ഒരു സമാധാനം എനിക്ക് വേണം, ഒരു സന്തോഷം എനിക്ക് വേണം, ഒരു ആശ്വാസം എനിക്ക് വേണം. ഇന്ന് പകൽക്കാലം സ്തോത്രം, ശത്രുവിന്റെ തലയെ തകർക്കുന്നവന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ സകല പദ്ധതികളെയും പൊളിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. യഹോവയുടെ ഭുജം നിനക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. വിശ്വസിക്കുക, ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. യഹോവയുടെ ഭുജമേ ഉണരുക. ദൈവത്തിന്റെ ഭുജം മാത്രമല്ല, പകൽക്കാലം നമുക്കും ഒരു കോൾ ഉണ്ട്. ദൈവജനമേ ഉണരുക, ബലം ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. പൊടി കുടഞ്ഞു കളയുക, എഴുന്നേറ്റ് നിൽക്കുക. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടി ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്താം.
ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. കാൽവറി രക്തമേ യേശുവിൻ രക്തമേ, കാൽവറി രക്തമേ യേശുവിൻ രക്തമേ, കാൽവരിയിൽ യേശു താൻ സ്വന്ത രക്തം ചിന്തി നീ, കാൽവരിയിൽ യേശു താൻ സ്വന്ത രക്തം ചിന്തി നീ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ, ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. ആമേൻ. യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ, കാൽവറി മലമുകളിൽ കൈകാലുകൾ വിരിച്ചവൻ, കാൽവറി മലമുകളിൽ കൈകാലുകൾ വിരിച്ചവൻ, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്ക, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്ക. ദിനം 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 നീ വാഴ്ത്തുക ഓ യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. ഹല്ലേലൂയ. ഓ യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, ക്ലേശമെല്ലാം മാറ്റിടും രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം മാറ്റിടും രോഗമെല്ലാം നീക്കിടും, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്ക, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്ക. ദിനം 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 നീ വാഴ്ത്തുക. ഹല്ലേലൂയ. യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. കരങ്ങളടിച്ച് പാടിയാണ്. ഓ യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടും എന്നേശു മാർവതിൽ, ഞാൻ നിത്യം ചാരിടും എന്നേശു മാർവതിൽ. ആമേൻ. നല്ലവൻ വല്ലഭൻ എന്നേശു എത്ര നല്ലവൻ, നല്ലവൻ വല്ലഭൻ എന്നേശു എത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക. ആമേൻ. യേശുവിൻ പൈതലേ നീ, ഹല്ലേലൂയ, അനുദിനവും പാടി വാഴ്ത്തുക. ഓ യേശുവിൻ പൈതലേ നീ, ഹല്ലേലൂയ, അനുദിനവും പാടി വാഴ്ത്തുക. കാൽവറി രക്തമേ യേശുവിൻ രക്തമേ, കാൽവറി രക്തമേ യേശുവിൻ രക്തമേ. ആമേൻ. കാൽവരിയിൽ യേശു താൻ സ്വന്ത രക്തം ചിന്തി നീ, കാൽവരിയിൽ യേശു താൻ സ്വന്ത രക്തം ചിന്തി നീ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ. ദിനം 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 നീ വാഴ്ത്തുക. ഹല്ലേലൂയ. യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. ഹല്ലേലൂയ. ഓ യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ, അവൻ കാൽവറി മലമുകളിൽ കൈകാലുകൾ വിരിച്ചവൻ, കാൽവറി മലമുകളിൽ കൈകാലുകൾ വിരിച്ചവൻ, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ. ഹല്ലേലൂയ. ഓ രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക. ഹല്ലേലൂയ. യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. ഹല്ലേലൂയ. ഓ യേശുവിൻ പൈതലേ നീ, ആമേൻ, അനുദിനവും പാടി വാഴ്ത്തുക.
എൻ്റെ യേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, എൻ്റെ യേശു സന്നിധി എനിക്കെത്ര ആശ്വാസം. ഓ ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം വിശ്വസിക്കുന്നവർ പാടി ആരാധിച്ച് ഹല്ലേലൂയ. ഓ ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. ഓ ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക. ആമേൻ. ഓ യേശുവിൻ പൈതലേ നീ ഹല്ലേലൂയ. ഓ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ ഹല്ലേലൂയ. അനുദിനവും പാടി വാഴ്ത്തുക. ഓ ഞാൻ നിത്യം ചാരിടും എൻ്റെ യേശു മാർവതിൽ, ഞാൻ നിത്യം ചാരിടും എൻ്റെ യേശു മാർവതിൽ. നല്ലവൻ വല്ലഭൻ യേശു എത്ര നല്ലവൻ, നല്ലവൻ വല്ലഭൻ യേശു എത്ര നല്ലവൻ. എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ഓ യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ആമേൻ. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ആമേൻ. യേശുവിൻ പൈതലേ നീ ഹല്ലേലൂയ. അനുദിനവും പാടി വാഴ്ത്തുക. ആമേൻ. യേശുവിൻ പൈതലേ നീ അനുദിനവും ആമേൻ. ജീസസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലോട്ട് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. എല്ലാവരും സമർപ്പിച്ചു കൊടുത്താണ്. പകൽക്കാലം കേട്ട വചനത്തിന്റെ മുൻപാകെ എല്ലാവരും